വളരെ വലിയ വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നുകൊണ്ടിരിക്കുന്ന വിവാദം പാദപൂജയെ സംബന്ധിച്ചാണ്. ഗുരുപൂജ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, സങ്കല്പം ഭാരതത്തിൽ ഉടനീളമുണ്ട്. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി, ഉത്തർപ്രദേശത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നായ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഒരുപക്ഷെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത മോഡി കഴിഞ്ഞാൽ അടുത്ത പ്രധാനമന്ത്രിയാകാനോ അല്ലെങ്കിൽ BJPയുടെ പ്രസിഡന്റ് ആകാനോ ഒക്കെ സാധ്യതയുള്ള യോഗി ആദിത്യനാഥ് അയോധ്യയൊക്കെ ഇരിക്കുന്ന ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഒരു കൊച്ചു പെൺകുട്ടിയുടെ കാല് കഴുകുന്നൊരു ചിത്രം സോഷ്യൽ ഫോൾഡറുകളിൽ ഇപ്പോൾ കിടപ്പുണ്ട്. മാവേലിക്കര സൈനിക സ്കൂളിൽ അവിടുത്തെ അധ്യാപകരും അവിടുത്തെ രക്ഷിതാക്കളും, അധ്യാപകരെക്കാൾ പ്രധാന രക്ഷിതാക്കൾ ഒരു ചാനലിൽ ബൈറ്റ് കൊടുക്കുന്നുണ്ട്. അതിലൊരു സ്ത്രീ പറയുന്നുണ്ട്, അവിടെ അവരുടെ UKG പഠിക്കുന്ന കുട്ടി UKGയിലേക്ക് അഡ്മിഷൻ വന്നപ്പോൾ ആ കുട്ടിയെ പൂജിച്ചാണ് അല്ലെങ്കിൽ ആരതി ഒഴിഞ്ഞാണ് സ്കൂളിലേക്ക് കയറ്റിയത്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് എല്ലാവരും കൂടി പൂജ ചെയ്തു കുഞ്ഞിന്. അതുപോലെ തന്നെ കന്യാപൂജ ചെയ്തു. ഒരു UKG കുട്ടിയുടെ മുന്നിൽ 3 പൂജകൾ നടന്നു. ശിഷ്യന്മാർ ഗുരുക്കന്മാർക്ക് പൂജ ചെയ്യും പോലെ തന്നെ ഗുരുക്കന്മാർ ശിഷ്യന്മാർക്കും കുട്ടികൾക്കും പൂജ ചെയ്യുന്ന രീതിയും ഭാരതത്തിൽ കണ്ടുവരുന്നു. ഇതിന് സമാധാനമായി യേശു ശിഷ്യന്മാരുടെ കാല് കഴുകിയിട്ടുണ്ട്, ശിഷ്യന്മാർ യേശുവിൻ്റെ കാലും കഴുകിയിട്ടുണ്ട്. ശിഷ്യന്മാരുടെ കാല് കഴുകി യേശു ചുംബനം കൊടുത്തിട്ടുണ്ട്, മുത്തം കൊടുത്തിട്ടുണ്ട്. അതിന് പ്രതീകമായി വളരെ സാധാരണ ആളുകളെ ആ ഒരു ദിവസം വിളിച്ച് പള്ളികളിലൊക്കെ ഇരുത്തി വളരെ മുതിർന്ന പിതാക്കന്മാരൊക്കെ കാല് കഴുകി മുത്തം കൊടുക്കുന്ന രീതിയുണ്ട്. ഇത് ഓരോ മതത്തിലും ഓരോ സംസ്കാരത്തിലും ഒക്കെ ഉള്ള രീതിയാണ്. അന്ധകാരത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് മാറ്റിത്തരുന്ന വ്യക്തി ആരോ അതാണ് ഗുരു. അത് ചിലപ്പോൾ അമ്മയാകാം, പിതാവാകാം, ചിലപ്പോൾ നമുക്കൊരു ഉപദേശം നൽകുന്ന ആളാകാം, നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരാകാം. അവരാണ് ഗുരുക്കന്മാർ. ഗുരുശിക്ഷ ബന്ധം എന്നൊക്കെ പറയുന്നത് ഒരു ആത്മബന്ധമാണ്. അത് നമ്മളീ പറയുന്ന കേവലം കുറേ വിവരവും നോളജും പറഞ്ഞു തരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു യന്ത്രമല്ല ഗുരുക്കന്മാർ. അത് വലിയ ആത്മബന്ധമാണ്. നമ്മെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ കാണുമ്പോൾ നമുക്ക് വലിയ ആദരവാണ് തോന്നുന്നത്. ഗുരുക്കന്മാർക്ക് ശിഷ്യരെ കാണുമ്പോഴും വലിയ ആദരവാണ്. ഞാനൊരു 10-35 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ പഠിപ്പിച്ച HOD ആയിട്ടുള്ള എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തെ ഡിഗ്രിക്കും PGക്കും പഠിച്ച HOD ദാമോദരൻ നായർ സാറിനെ എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്, വളരെ അടുത്താണ്, എങ്കിൽ പോലും എനിക്ക് കൃത്യമായി സമയത്ത് പോകാൻ കഴിയാത്തതുകൊണ്ട് 10-30 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അതിവിശാലമായ വീടിൻ്റെ ഉമ്മറത്ത് അദ്ദേഹം ഇരിക്കുന്നു, വിശ്രമിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ ഗേറ്റ് തുറന്നപ്പോൾ തന്നെ കുറേ ദൂരമുണ്ട്. കുറച്ച് പ്രായമുള്ളതാണ് സാറിന്, കുറച്ച് പ്രായമായിട്ടുണ്ട് സാർ. എന്നിട്ടും സാറ് വളരെ പെട്ടെന്ന് തന്നെ എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ടതുപോലെ തന്നെ ശരീരത്തിലേക്ക് തൊട്ടിട്ട് വന്ദിച്ചു, ഞാൻ തൊഴുതു. എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ? എൻ്റെ ഗുരുവിനെ കാണുമ്പോൾ ഞാൻ എന്തിനാണ് കാല് തൊട്ട് തൊഴുന്നത്? പക്ഷേ അത് എൻ്റെ മനസ്സ്, എൻ്റെ അറിയാതെ എൻ്റെ കൈകൾ അദ്ദേഹത്തിൻ്റെ കാലുകളിലേക്ക് പോയതാണ്. അതൊരു ബന്ധമാണ്. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബ്രഹ്മാവും വിഷ്ണുവും നമ്മുടെ ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരെയും ഒരു കഥ പറയുമ്പോൾ ശൂദ്രന്മാരുണ്ടായത് പാദത്തിൽ നിന്നാണെന്ന് പറയുന്നു. ബ്രാഹ്മണന്മാരുണ്ടായത് തലച്ചോറിൽ നിന്നും, തലയിൽ നിന്നും, മുഖത്തു നിന്നും, പിന്നെ താഴേക്ക് വന്ന് ഏറ്റവും പാദത്തിൽ നിന്നാണ് ശൂദ്രന്മാരുണ്ടായതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ പാദം ശൂദ്രനാണല്ലോ, അശ്ലീലമാണല്ലോ. ശൂദ്രൻ അശ്ലീലമാണ്, മോശമാണ്. ബ്രാഹ്മണനാണ് ശ്രേഷ്ഠൻ. പാദം മോശമാണ്. ആ മോശമായ ശൂദ്രനായ പാദത്തെ ആണ് ബ്രാഹ്മണരടക്കമുള്ളവർ പൂജിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശൂദ്രനായ പാദത്തെ പൂജിക്കാൻ പാടുണ്ടോ ബ്രാഹ്മണനൊക്കെ? അപ്പോൾ അതല്ല സങ്കല്പം, അതല്ല യാഥാർത്ഥ്യം. പാദത്തെ അല്ല പൂജിക്കുന്നത്, ആ വ്യക്തിയെയാണ് പൂജിക്കുന്നത്. പൂജ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മനസ്സിൻ്റെ ഒരു സങ്കല്പമാണ്, ഒരു സമർപ്പണമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ദേവനെ പൂജിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മെ സമർപ്പിക്കുകയാണ്, മാനസികമായി, ആത്മീയമായി. അപ്പോൾ അങ്ങനെ ഒരു ആത്മസമർപ്പണം നടക്കുന്നതാണ് പൂജ. അതിനൊരു ഉപാധി എന്നുള്ള നിലയിലാണ് എന്തെങ്കിലും ഇടണമല്ലോ, ഒരു പ്രതീകം വേണം. അതിനാണ് പുഷ്പവും വെള്ളവും, അങ്ങനത്തെ മണിയടിക്കുക, പുഷ്പം ഇടുക, വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറയുന്നത്, ഒരു കിണ്ടി വയ്ക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ സങ്കല്പം ഇതേ ഉള്ളൂ, വിളക്ക് കൊളുത്തുക എന്നൊക്കെ. അത് ഒരു പ്രതീകങ്ങൾ വേണമല്ലോ. പക്ഷെ നമ്മുടെ ശരിക്കും പൂവല്ല ശരിക്കും അർപ്പിക്കുന്നത്, പൂ ഇടുകയാണ് ചെയ്യുന്നത്, വെള്ളമല്ല ഒഴിക്കുന്നത്. വെള്ളം ഒഴിക്കുന്നതിനെയും പൂ ഇടുന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ മനസ്സ്, ആത്മ ചൈതന്യമാണ് ഗുരുക്കന്മാരെ മുന്നിൽ സമർപ്പിക്കുന്നത്. എന്നെ അജ്ഞതയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ഗുരുവേ,
അങ്ങേക്ക് പ്രണാമം. ഇതാണ് പാദപൂജയുടെ ആയാലും അതുപോലെ തന്നെ ഗുരുപൂജയുടെയും ധർമ്മം. ഗുരുപൂർണിമ ദിവസം ഗുരുപൂജ ലോകത്താകെ നടക്കുന്നു വ്യത്യസ്ത തലങ്ങളിൽ. ഇന്ത്യയിൽ കോടിക്കണക്കിന് വിദ്യാർത്ഥികളാണ് അന്ന് ഗുരുക്കന്മാർക്ക് പൂജ ചെയ്യുന്നത്. മാത്രമല്ല പഠിപ്പിച്ചിട്ട് പോയ വളരെ സീനിയറായിട്ടുള്ള 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആളുകളെ പൂജിച്ചതും നമുക്ക് കാണാം. മാത്രമല്ല കുട്ടികളെയും പൂജിക്കുന്നുണ്ട് മുതിർന്നവർ. ഇതൊരു പരസ്പര ബന്ധത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ആത്മസമർത്ഥനത്തിൻ്റെ അടയാളമായിട്ടാണ് ഭാരതീയർ പ്രവർത്തിക്കുന്നത്. അത് പാദത്തിൽ തൊട്ടുള്ള പൂജയല്ല, അത് മനസ്സിലാക്കുക. മാത്രമല്ല പാദം അശ്ലീലമല്ല, അത് ശൂദ്രനുമല്ല. അങ്ങനെ ശൂദ്രനാണെങ്കിൽ അതിനെ പൂജിക്കുന്നത് പുണ്യമല്ലേ?